ഡിസംബർ 4 വേദപാരംഗതനായ വിശുദ്ധ ജോൺ ഡമസിന്റെ തിരുനാളിൽ ആഗോളസഭ. പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ ഒടുവിലത്തെ ആളായിരുന്നു വിശുദ്ധ ജോൺ ഡമീസിൻ. അദ്ദേഹം സിറിയയിലെ ഡമാസ്കസിലാണ് ജനിച്ചത്. പിതാവ് ഒരു ക്രൈസ്തവനായിരുന്നെങ്കിലും സിറിയയിലെ കാലിഫിന് പ്രിയങ്കരനായ ഒരു സാമ്പത്തിക ഉദ്യോഗസ്ഥനായിരുന്നു. കോസ്മോസ് എന്ന സന്യാസിയായിരുന്നു ജോണിന്റെ അധ്യാപകൻ. പിതാവിന്റെ മരണശേഷം ജോണിനെ ഡമാസ്കസിലെ മുഖ്യ കൗൺസിലറാക്കി. AD 730 ജോൺ ജെറുസലേമിന് സമീപമുള്ള വിശുദ്ധ സാബാസിന്റെ സന്യാസ ആശ്രമത്തിൽ ചേർന്നു. ജെറുസലേം പേട്രിയാർക്ക് അദ്ദേഹത്തിന് പട്ടം കൊടുത്തു. പ്രശസ്തമായ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു. തന്നിമിത്തം ഫാദർ ജോണിനെ പ്രഥമ സ്കോളോസ്റ്റിക് ദൈവശാസ്ത്രജ്ഞനായിട്ടാണ് കരുതപ്പെടുന്നത്. പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുടെ സംക്ഷേപമാണ് അദ്ദേഹത്തിന്റെ സനാതന വിശ്വാസ പ്രദീപം എന്ന ഗ്രന്ഥം. ദൈവമാതാവിനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയും പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്കുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും വിഖ്യാതമാണ്. ഫാദർ ജോണിന്റെ തൂലികയും നാവും പ്രതിമാഭജകനായ ലിയോ ഇസോറിയന് ഒരു ഭീഷണിയായതുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കാൻ ഒരു കള്ള എഴുത്തുണ്ടാക്കി കാലിഫേറ്റിന് അയച്ചു കൊടുത്തു. ഒരു സൈന്യം കൊണ്ട് ഡമാസ്കസിലേക്ക് വന്നാൽ നഗരം പിടിച്ചു തരാമെന്ന് ഫാദർ ജോൺ ലെയോൺ രാജാവിന് എഴുതിയിരിക്കുന്നതാണ് പ്രസ്തുത കത്ത്. കാലിഫ് ഈ എഴുത്ത് കണ്ട് കോപാക്രാന്തനായി ഫാദർ ജോണിന്റെ വലത് കൈ വെട്ടി തെരുവിന്റെ മധ്യേ കഴുമരത്തിൽ കെട്ടിത്തൂക്കിയിട്ടു. രാജാനുമതിയോടുകൂടി ആ കൈയും കൊണ്ട് ദൈവമാതാവിന്റെ ദേവാലയത്തിൽ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം മുറിഞ്ഞ കൈ ചേർത്ത് വെച്ചപ്പോൾ സുഖപ്പെട്ടുവെന്ന് ചരിത്രമുണ്ട്. കാലിഫ് ഈ അത്ഭുതത്തെപ്പറ്റി കേട്ടപ്പോൾ ഫാദർ ജോണിനെ വിളിച്ച് മാപ്പ് ചോദിക്കുകയും എന്തെങ്കിലും ഒരു അനുഗ്രഹം ആവശ്യപ്പെടാമെന്ന് പറയുകയും ചെയ്തു. മന്ത്രി ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് മാത്രമേ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ. ശിഷ്ടകാലം ദൈവമാതാവിന്റെ ഭക്തിയിൽ ജീവിച്ച് അദ്ദേഹം സ്വർഗീയ സൗഭാഗ്യം പോകി. വിശുദ്ധ ജോൺ ഡമസിയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.